നമസ്തേ. ജോലി സംബന്ധമായിട്ടുള്ള ശത്രുതയും അതല്ല ജോലി കിട്ടാനായിട്ടുള്ള തടസ്സങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് പോലും ജോലികളൊന്നും ആവുന്നില്ല എങ്കിൽ സാക്ഷാൽ ദണ്ഡായുധവാണി ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സിരുത്തി ഭജിക്കുകയും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും നിർമ്മാല്യം കണ്ടു തൊഴുന്നതും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം അത്യുത്തമമായിട്ടാണ് പറയുന്നത്. കൂടാതെ പാലഭിഷേകം, ഭസ്മാഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, അഷ്ടാഭിഷേകം ഇങ്ങനെ ഇത്യാദികളായിട്ടുള്ള അഭിഷേകങ്ങൾ ഭഗവാന് എത്രത്തോളം നമ്മൾ സമർപ്പണം ചെയ്യുന്നുവോ അത്രത്തോളം ഭഗവാന്റെ ആ ഒരു സാന്നിധ്യം നമ്മളിലേക്ക് ഉണ്ടാകും. അതിലൊരു സംശയവുമില്ല. അമ്മമാർ തന്നെ ഷഷ്ടിവ്രതം പോയി എടുക്കാറുണ്ട്. അതിൽ കരിക്കഭിഷേകം, പനിനീരഭിഷേകം, തേനഭിഷേകം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അഭിഷേകം ചെയ്യാം. എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമി, ആ ഭഗവാനേക്കാൾ അതിസുന്ദരനാണ് സുബ്രഹ്മണ്യ സ്വാമി. സുബ്രഹ്മണ്യൻ്റെ സൗന്ദര്യം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. അത്രത്തോളം അഴകിൻ്റെ ഉടമയാണ് ഭഗവാൻ. എന്നാൽ ഭഗവാന്റെ മുമ്പിൽ ഭക്തിസാന്ദ്രമായിട്ട് നമ്മൾ എത്രത്തോളം ചെല്ലുന്നുവോ അത്രത്തോളം പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും ഓരോ ബുദ്ധിമുട്ടുകളും നമ്മളെ ആദ്യം ഇട്ടൊന്ന് വലയ്ക്കും. അത് കുറച്ച് നാൾ വലച്ച് നമ്മൾ ഇട്ടിട്ട് പോവില്ലേ എന്നൊക്കെ ഒന്ന് ബോധ്യപ്പെട്ട് വന്നതിന് ശേഷം നമ്മൾ പോലും അറിയാതെ കുറേശ്ശെ നമുക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും നമ്മുടെ മനസ്സിനകത്ത് തോന്നുന്ന കാര്യങ്ങളും എല്ലാം സാധ്യമാക്കി തന്ന് പ്രത്യക്ഷത്തിൽ, എന്നാൽ മുമ്പിൽ കാണില്ല, പരോക്ഷപരമായി നമ്മുടെ പ്രാർത്ഥന വഴി നമുക്ക് അത്തരം കാര്യങ്ങളെല്ലാം സാധ്യമാക്കി ഭഗവാൻ തരും. ഭഗവാൻ പിണങ്ങാൻ നേരത്ത് ചെയ്യുന്ന ഒറ്റ പരിപാടി ഇതാണ്: നേരെ കേസും വഴക്കും കോടതിയും പോലീസ് സ്റ്റേഷനിലും എല്ലാം കൊണ്ടുപോകും. അത് അദ്ദേഹത്തിൻ്റെ ഒരു ജോലിയാണ്. കാരണം ആ ചൊവ്വ എന്ന് പറയുന്ന വ്യക്തി ഇത്തരം കാര്യങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നതും ഇത്തരം കാര്യങ്ങളെല്ലാം ഭഗവാനിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നതിൻ്റെ പുറത്ത് ഈ ജോലികളുമായാൽ പോലും, സർക്കാർ തലത്തിലുള്ള ഇത്തരം കാര്യങ്ങളിലുള്ള ജോലികൾ പോലും നമുക്ക് കിട്ടണമെങ്കിൽ പോലും ഭഗവാന്റെ ഒരു പ്രീതി നമുക്കുണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. കൂടാതെ ഈ പാലഭിഷേക പ്രിയനായ ഭഗവാനെ ഇന്ന ദിവസം എന്നൊന്നുമില്ല. നിർമാല്യം, അതല്ലെന്നുണ്ടെങ്കിൽ പക്കനാൾ, അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ഏതെങ്കിലും വിശേഷ സംബന്ധമായിട്ടുള്ള പൂജകൾക്ക് പോലും നമ്മൾ പശുവിൻ പാല് വാങ്ങി കൊണ്ടുവന്ന് അഭിഷേകത്തിന് കൊടുത്താൽ ഭഗവാൻ അഭിഷേകം ചെയ്ത് കണ്ട് പ്രാർത്ഥിക്കുന്നത് തന്നെ